ലോകത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന മഴക്കാടുകൾ ഏത് ഭൂഖണ്ഡത്തിലാണുള്ളത്? ഓപ്ഷൻസ്: ആഫ്രിക്ക, ഏഷ്യ, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ. വീണ്ടും ഇർഫാൻ തന്നെ ബസ്രമർത്തിയിരിക്കുകയാണ്. ഇതെന്ത് വൈകി പോകുന്നത്? പറഞ്ഞോ ഇർഫാൻ. ആഫ്രിക്ക. ആഫ്രിക്ക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം തെറ്റിപ്പോയി. നമ്മൾ ഇങ്ങോട്ട് വിഷുവിലോട്ട് പാസ് ചെയ്യുകയാണ്. ലോകത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന മഴക്കാടുകൾ ഏത് ഭൂഖണ്ഡത്തിലാണുള്ളത്? ഇനി ഏഷ്യ, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ. ലൈഫ് ലൈൻ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് ലൈൻ ആരാ നോക്കട്ടെ, പരിചയപ്പെടട്ടെ. ആരാത്? മഞ്ഞ ഷർട്ട് ഐവിൻ. ഹലോ ഹലോ ഹലോ. പറ ഐവിൻ, അറിയാമോ? ഞാൻ വിചാരിക്കുന്നു തെക്കേ അമേരിക്കയാണെന്ന്. തെക്കേ അമേരിക്ക എന്ന് വിചാരിക്കുന്നു. ഏഷ്യ എന്തുകൊണ്ടെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ആമസോൺ. കറക്റ്റ് ആൻസർ. ഓ, ഭയങ്കര ബുദ്ധിശാലിയായിട്ട്. ആമസോൺ മഴക്കാടുകൾ തെക്കേ അമേരിക്കയിലാണുള്ളത്. അതായത് അതാണ് ഭൂമിയുടെ ശ്വാസകോശം. അതെങ്ങനെ ഇതൊക്കെ പഠിക്കുമ്പോ ഇത്ര ആലോചിക്കും? എങ്ങനെ തലയിൽ നിൽക്കുന്നു ഇതൊക്കെ? ചെറിയ കാര്യം. ഓ ഇത് ചെറുതാണ്. അപ്പൊ വലിയ വലിയ കാര്യങ്ങൾ ചോദിച്ചാൽ പുല്ല് പോലെ പറയുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശരി, ഇപ്പത്തെ പോയിന്റ് നിലവാരം 20-30 അറിയാം, പക്ഷെ അത് തെക്കേ അമേരിക്കയിലാണോ ആഫ്രിക്കയിലാണോ ഒരു ഡൗട്ട് വന്നു. ശരി, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവരുടെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് സെക്ഷനിലേക്ക് ഒരു വിഷം. ഇദ്ദേഹം നല്ല പാട്ടുകാരനാണ്, അത് നിങ്ങൾ അറിഞ്ഞോ? ഞാൻ നേരത്തെ ഡാൻസ് നന്നായിട്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിഷ്ണു പറഞ്ഞു, ഞാൻ സിംഗറാണ് ബേസിക്കലി, ആ കൂട്ടത്തിലുള്ള എൻ്റെ ഡാൻസ് ഒക്കെ ഉള്ളു. അപ്പോൾ ഒരു രണ്ടുപേര് കേൾക്കണ്ടേ? നമുക്ക് വിഷ്ണുവിന്റെ പാട്ട് കേൾക്കണ്ടേ? ഓക്കെ. കുരുത്തോല കൊണ്ടു ഞാനിൻ കിനാവിൽ നിന്നും ഒരു നല്ല കിളിച്ചന്തം മിടഞ്ഞുണ്ടാക്കി. കുരുത്തോല കൊണ്ടു ഞാനിൻ കിനാവിൽ നിന്നും ഒരു നല്ല കിളിച്ചന്തം മിടഞ്ഞുണ്ടാക്കി. അതിലിൻ്റെ ഹൃദയം ഞാൻ ഒളിച്ചു വെച്ചു, അതിനൊന്നു മിടിക്കുവാനിടം കൊടുത്തു. ഒടുവിലെൻ മനസ്സൊന്നു കൊടുത്ത നേരം പൊടുന്നനെ അതിൻ ചിറകനങ്ങിപ്പോയി. അറിയാതെ അതു പൊങ്ങി പറന്നു പോയി. അനന്തമാം വിഹായസിൽ അലിഞ്ഞു പോയി. കുരുത്തോല കിളി പിന്നെ തിരിച്ചു വന്നിൻ ഹൃദയത്തിൽ കൂടുകൂട്ടി ഒളിച്ചിരുന്നു. ഇന്നതാണി മനസ്സിൻ്റെ തളിർച്ചില്ലയിൽ ഇരുന്നേതോ മൃദുരാഗം ശ്രുതി മീട്ടുന്നു. നന്നായി പാടി കേട്ടോ. ഏതെങ്കിലും ട്രൂപ്പിലോ എന്തെങ്കിലും ഒക്കെ പാടുന്നുണ്ടോ? ഓ, നന്നായി പാടുന്നുണ്ട്. ഓക്കെ, സ്വാസിക. ബോൾ വെച്ചിട്ടൊരു ഗെയിം കളിക്കാം അല്ലേ? ഈ ബോക്സിന്റെ ഉള്ളിൽ കുറേ ബോൾസ് ഉണ്ട്. ഈ ഹോളിലൂടെ നിങ്ങൾ ഈ ബോൾ മുഴുവൻ താഴെ ഇടണം. ഒറ്റ ബോളും ബോക്സിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാ ബോൾസും താഴെ വീഴ്ത്തണം. 60 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് പിറ്റാപ്പിളി ഏജൻസീസ് നൽകുന്ന 8000 രൂപീസിന്റെ വാട്ടർ ഹീറ്റർ ആണ്. സോ കയ്യിലുള്ള ബാറ്റിന് എന്തെങ്കിലും തന്നിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്തോളൂ. എൻ്റെ ഒരു അഭിപ്രായത്തില് ലൈഫ് ലൈൻ പറഞ്ഞ് സഹായിച്ച ആ പയ്യൻ തന്നെ വന്ന് ഗെയിം ചെയ്യുന്നതായിരിക്കില്ലേ നല്ലത്? ഓടിവാ 60 സെക്കൻഡുകൾ. 1 2 3 സ്റ്റാർട്ട്. ബാറ്റിനില്ല. ഓക്കെ ബാറ്റിൽ തിരിച്ചു വെച്ചിട്ട് യെസ് ഫുൾ ബോൾസും നമ്മൾക്ക് താഴെ എത്തിക്കണം. അതാണ് നമ്മളുടെ ലക്ഷ്യം. ഓൾമോസ്റ്റ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഗംഭീരമായിട്ട് കളിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ അതെ ഇനി വളരെ കുറച്ച് ബോൾസ് മാത്രമേ ഉള്ളൂ. പോരട്ടെ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊസിഷൻസ് ഒക്കെ മാറ്റാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. യെസ്, ശ്രദ്ധിച്ച് തീരാറായിരിക്കാണ്. വാട്ടർ ഹീറ്റർ നമ്മൾക്ക് വേണം. ഫ്രണ്ട് ഇനി 3 ബോൾസ് കൂടി ഉള്ളൂ. യെസ് ഇനി 2 ബോൾസ്, ഇനി 1 ബോൾ കൂടി യെസ് വാട്ടർ ഹീറ്റർ.
വെരി ഗുഡ്. അടിപൊളി. ഓടി വന്ന് ജസ്റ്റ് ഒരു ഹലോ പറഞ്ഞിട്ട് വാ. ഐവിൻ, എന്തായാലും ആമസോൺ മഴക്കാടുകളിലൂടെ നിങ്ങൾക്ക് മഴക്കാളുകൾ ചതിച്ചില്ല. ചതിച്ചില്ല. അത് മാത്രമല്ല ഇവർക്ക് 4 പേർക്കും ഒരു ആശ്വാസം പകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം പുള്ളി ഉത്തരം പറഞ്ഞില്ലായിരുന്നു, നിങ്ങൾ 4 പേരും ഈ മത്സരത്തിൽ നിന്ന് ഔട്ടായി പോയേനെ. താങ്ക് യു സോ മച്ച്. കാണാനും നല്ല സുന്ദരനാണ്. അത് മഞ്ഞ ഷർട്ട് ഇട്ടോണ്ടാണോന്ന് എനിക്കൊരു സംശയം. ശരി ശരി, പൂക്കളുടെ പല പല നിറങ്ങൾ അല്ലേ. നിങ്ങൾ താങ്ക്സ് പറ, കാരണം നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ. അയ്യോ. ഓക്കെ കേട്ടോ. താങ്ക് യു സോ മച്ച് ഐവിൻ.